നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ചോദ്യം നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ? അപ്പൊ ഒരു ചോദ്യം ഇതാണ്: മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ ഉപന്യാസം തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉപന്യാസം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഒന്ന്, നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം? ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് കൊടുക്കണം. അതെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് എന്ത് ചെയ്യണം? എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ഒന്നാമത് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്തത്, ഒരു ആമുഖം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഉപന്യാസവുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിലേക്ക് നമ്മളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആമുഖം. അതായത് എന്താണ് വിഷയം, ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു ആമുഖമായിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്? വിഷയത്തെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ട് എഴുതുകയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നോ രണ്ടോ പാരഗ്രാഫ് ആക്കി ഖണ്ഡികയാക്കി എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഉപശീർഷകം എന്ന് പറഞ്ഞാൽ തലക്കെട്ടിന് താഴെ ചെറിയ ചെറിയ തലക്കെട്ടുകൾ കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഖണ്ഡികളായിട്ടായിരിക്കും നമ്മൾ അവതരിപ്പിക്കേണ്ടത്. പാരഗ്രാഫ് ആയിരിക്കും അവതരിപ്പിക്കേണ്ടത്. വിഷയത്തിന്റെ സാമൂഹ്യ പ്രശസ്തി നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. കവിതാശകലങ്ങൾ, അതുപോലെ തന്നെ മഹത് വ്യക്തികളെ പറഞ്ഞിട്ടുള്ള മഹത് വചനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഏറ്റവും അവസാനം നമുക്ക് എന്താ ഉണ്ടാവണം? അവസാനത്തെ പാരഗ്രാഫ് ഒരു ഉപസംഹാരമായിരിക്കണം. അതായത് ഒരു കൺക്ലൂഷൻ ആയിരിക്കണം അവസാനത്തെ പാരഗ്രാഫിൽ. അതിൽ സ്വന്തം അഭിപ്രായം, നിഗമനം, പ്രതീക്ഷ ഇവ നമ്മൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. സ്വന്തം അഭിപ്രായം, അതുപോലെ നമ്മുടെ നിഗമനങ്ങൾ, പ്രതീക്ഷകൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. ഉചിതമായ ഭാഷയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാടാ? നമ്മൾ എഴുതുന്ന ഒരു രീതി കാണിച്ചു തരികയാണ്. അപ്പൊ ആദ്യം മാഷ് പറഞ്ഞു മാതൃഭാഷയുടെ പ്രാധാന്യമാണ് നമ്മുടെ വിഷയം. അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു തലക്കെട്ട് കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആണ്. തലക്കെട്ട് ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആണ്. എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പതിയെ ആമുഖം പറയാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായി സംസാരിക്കാൻ പഠിക്കുന്ന ഭാഷയാണ്. അത് അമ്മയുടെ നാവിലൂടെ കേൾക്കുന്ന ആദ്യ വാക്കാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാതൃഭാഷയിലൂടെയാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭാഷ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇതെന്താണ്? ഒരു ആമുഖമാണ്. ആദ്യത്തെ പാരഗ്രാഫ് കൊടുത്തു. കണ്ടോ? ഇനി അടുത്ത പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചുകൂടി വിശദമാക്കി എഴുതുകയാണ്. മാതൃഭാഷ ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ അടിത്തറയാണ്. പരമകഥകളും നാട്ടുപാട്ടുകളും കവിതകളും സാഹിത്യവും എല്ലാം മാതൃഭാഷയിലൂടെയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്നത്. സ്വന്തം ഭാഷയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സ്വന്തം സംസ്കാരത്തെയും ഐക്യത്തെയും സംരക്ഷിക്കുന്നതുമാണ്. വിദ്യാഭ്യാസത്തിനും അറിവിനും മാതൃഭാഷ വലിയ സഹായകരമാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ എന്തൊക്കെയാണ് ഇന്നത്തെ മാതൃഭാഷ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് സൂചിപ്പിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള പല ഭാഷകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാഷ നഷ്ടപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് മാതൃഭാഷയെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. വീട്ടിലും വിദ്യാലയത്തിനും പൊതുസ്ഥലങ്ങളിലും മാതൃഭാഷയെ പ്രാധാന്യം അറിയിക്കണം. സാരമായി പറയുകയാണെങ്കിലും മാതൃഭാഷ നമ്മുടെ ആത്മാവിന്റെ ശബ്ദമാണ്. അതിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാതൃഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉപന്യാസം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഉപന്യാസം എഴുതേണ്ടത്. ഒരു 3 4 ഖണ്ഡികയായി മാഷ് ഇതുപോലെ ഒരു തുടക്കം, അത് ചെറുത് മതി. അതുപോലെ തന്നെ ഉപസംഹാരം വേണമെങ്കിൽ ചെറുത് മതി. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു? വിഷയം നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. ആ രീതിയിൽ ഒരു 4 പാരഗ്രാഫുകളായിട്ട് എന്ത് ചെയ്യുക? ഉപന്യാസം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഫാസ്റ്റ് ടാഗ് ബാച്ചിനകത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? വേഗം തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ വേഗത്തിൽ പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ടാഗ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുന്ന മക്കൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിസംബർ മാസത്തിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ആണ്. പിന്നീട് മോഡൽ എക്സാം കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ സെറ്റാണ്. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.